നമസ്കാരം മിമിക. നമസ്കാരം. 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 മിമിക കുഞ്ചൻ സിനിമയിലാണ്. മിമിക സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മിമിക്കയുടെ ഒരു പ്രധാന ഏരിയ പാരഡി ഗാനങ്ങളുടെ ഏരിയയാണ്. ഒരു കാലഘട്ടം മുഴുവൻ ഇപ്പോഴും പാരഡി കാസറ്റുകളുള്ള കാലത്ത് മിമിക്ക എഴുതിയ പാട്ടുകൾ ഒരു കാസറ്റിലുണ്ടെങ്കിൽ ആ കാസറ്റ് വിൽക്കാൻ പിന്നെ ഒരു പാടുമില്ല. എല്ലാ കാസറ്റ് കമ്പനിക്കാരും പാരഡി കാസറ്റുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ എഴുത്തുകാരാന്നൊക്കെ നോക്കുമല്ലോ, എന്നിട്ടാണല്ലോ ഇവരെടുക്കുന്നത്. അതിൽ മിമിക്ക എഴുതുന്ന പാട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കാസറ്റ് ചെലവാകും. നാദർഷക്ക വരെ പറഞ്ഞിട്ടുണ്ട്, നാദർഷക്കയുടെ ഒക്കെ പാരഡി എഴുത്തിന് പ്രചോദനമായിട്ടുള്ളത് മിമിക്കയുടെ പാട്ടുകൾ കേട്ടിട്ടാണ് എഴുതിയിട്ടുണ്ടെന്നുള്ളത് അല്ലേ? എത്ര വർഷമായി മിമിക്ക ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാനിപ്പോ പാരഡി ഗാനം തുടങ്ങിയിട്ട് 42 വർഷമായി. 72 കാലഘട്ടത്തെ പാരഡി ഗാനം എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബി സിനിമ റിലീസ് ചെയ്യണത്. പുതിയപെണ്ണിന്റെ പുതിയാപ്പിളുടെ പേര് വെച്ച് 4 വരി പാടണം. ഹം തും അപ്പൊ ഞാൻ ആ 2 പേരുടെ പേര് മാത്രം, ചെറുക്കന്റെ പെണ്ണിന്റെ, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, ഡ്യൂപ്ലിക്കേഷൻ. അതെന്തായിരുന്നു അത്? പുതുപെണ്ണിന്റെ പേരെന്ത് പാത്തുമ്മ, പുതുമാരന്റെ പേരെന്ത് ബാപ്പുട്ടി, അമ്മച്ചന്റെ പേരോ ബാവ, അമ്മായിയുടെ പേരാ നൈഷു, അന്ത്രൂ പുതുപെണ്ണിന്റെ മാമ, പീരാൻ ചെറുക്കൻ്റെ ഇളപ്പ, നേരെ മൂത്തോന്റെ പേരാ നബ്ബാസ്, ബാപ്പൂട്ടിൻ്റെ അന്ത്രൂ. കിസ്സേന അബ്ദുള്ളയിലെ തൂബടി മഷ അല്ല എന്നുള്ള പാട്ടിനെ മിമിക്ക് എഴുതിയ പാട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള പാട്ടാണ്. അത് രണ്ടുപേരും പാടാം മിമിക്ക. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴുള്ള ലുവ, കറുത്തലുവ വെളുത്തലുവ, പച്ച നിറത്തിൽ പുത്തനലുവ, റവ മൈദ നെയ്യ് ഷുഗറും ചേർത്ത് ഉണ്ടാക്കുന്ന കോഴിക്കോടൻ ഹലുവ, പെണ്ണ് കാണാൻ വരുന്നവർക്ക് കൊടുക്കും കലക്കൻ ഹലുവ, അത് ബദാം ചേർത്ത ഹലുവ, ഹലുവ തിന്ന് ഷുഗർ കൂടിയാൽ ഉടനെ കൊടുക്കും ഉലുവ, അത് വറുത്ത് പൊടിച്ച ഉലുവ, മമ്മുക്ക ഗ്ലാമറായതും ലാലേട്ടൻ സൂപ്പറായതും അതെന്തുവാ ഈ ഹലുവ, അതെങ്ങനാ ഈ ഹലുവ. A.R. റഹ്മാന് ഓസ്കാർ കിട്ടുവാൻ കാരണം ഈ ഹലുവ. മിമിക്ക എത്ര പാരഡി പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മിമിക്ക? ഒരു 10-420 കാസറ്റുകളിൽ 200ഓളം എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഭക്തിഗാനങ്ങളാണ്. ഭക്തിഗാനങ്ങൾ 200ഓളം പാരഡി പാട്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് വലിയ പ്രാസം ഒപ്പിച്ചിട്ടൊരു മാപ്പിള പാട്ടിന് മറ്റേ റസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹല, അത് മിമിക്കയുടെ പാട്ടല്ലേ? എന്റെ പാട്ടാണ്. അതും പാടാം മിമിക്ക. റസാക്കിന്റെ കവാസാക്കി ഒരെമ്പോക്കി ഹലാക്കാക്കി, തരം നോക്കി അവൻ പൊക്കി, പുറത്താക്കിയിട്ടവൻ സ്റ്റാർട്ടാക്കി, വെളിവില്ലാണ്ട് സ്പീഡാക്കി, അവൻ എങ്ങോട്ടോ കണക്കാക്കി, തോടും ചാടി ഷൂട്ടാക്കി, കിടക്കണ് താഴെ രണ്ടാക്കി, റസാക്കിന്റെ കവാസാക്കി ഹലാക്കാക്കി കബൂറാക്കി. മിമിക്ക് ഇടുന്ന പാട്ടുകൾ ദൂരെ നിന്ന് കേട്ടാൽ ഒറിജിനൽ പാട്ടാന്ന് തോന്നുള്ളൂ. അതുപോലെ ഈ അന്ന് ചിന്നത്തമ്പി എന്ന് പറയുന്ന പടത്തിനകത്ത് അരച്ച ചന്ദനം മണക്കും കുങ്കുമ മഴക് നെറ്റിയില്, അതിനൊരു പാട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ജോർജുട്ടിയും ജോസൂട്ടിയും കുഞ്ഞു താളെ തൊട്ട് മുടിഞ്ഞ ഇഷ്ടത്തില, ഇപ്പൊ രണ്ടാളും കൂടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ടും ആ ബന്ധം വിട്ടിട്ടില്ല. ജോർജ് സോഡ വാങ്ങി കുടിച്ചാൽ ആ ഏമ്പക്കം ജോസ് വിടും, ജോസ് ചാർമിനാർ വലിച്ചാൽ ജോസ് തൊണ്ട കുത്തി ചുമക്കും, ഇപ്പൊ കണ്ട മിണ്ടൂല. കുമ്പിൽ കിൽക്കും കിട്ടി എന്നുള്ള പാട്ടില് ഒരു ചെറിയൊരു അനുഭവമല്ല എന്റെ മനസ്സിൽ വന്നത്. 8ൽ പഠിക്കും കുട്ടി ക്രിക്കറ്റിന്റെ പന്തടിച്ചു, ചെന്നുകൊണ്ട് അതപ്പന്റെ മണ്ടക്ക് മണ്ട പൊളിഞ്ഞ് തരിപ്പണമായി, കാലും കയറ്റി തന്തപ്പടി ഉമ്മറത്ത്, പത്രം നോക്കി ചാരിക്കിടന്നപ്പോ പുത്തൻ്റെ ഒടുക്കത്തെ പ്രാക്ടീസ്, പ്രാണം പോയി. ഇതിന്റെ കാരണം മഞ്ഞുകൊണ്ട് കൊച്ചി വിറക്കും ഇംഗ്ലണ്ടിലെ സായിപ്പന്മാർ, മഞ്ഞുകൊണ്ട് കൊച്ചി വിറക്കും ഇംഗ്ലണ്ടിലെ സായിപ്പന്മാർ, ബോഡി ചൂടാക്കാനും വ്യായാമം ചെയ്യാനും
ആ നാട്ടിൽ ഈ കളി പാസാക്കി ചൂടുകൊണ്ട് നട്ടം തിരിയും ഇന്ത്യയിലെ മണ്ടന്മാരോ ഈ കളി കണ്ടിട്ട് കംപ്രഷൻ മൂത്തിട്ട് മുട്ടം വെയിലത്ത് നെട്ടോട്ടം അത്ര അരിച്ചുണ്ട്. അപ്പൊ എന്റെ മോൻ ചോദിച്ചു, ഇത് ശരിയായില്ലേട്ടാ, ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ ഒരു ആരാധകനാണ്, ഇപ്പൊ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടല്ലേ. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യേണ്ട? സച്ചിനെ പറ്റിയൊരു പാട്ട്. സച്ചിൻ എന്നൊരു താരം തൻ്റെ കയ്യിൽ ബാറ്റ് പിടിച്ചാൽ സെഞ്ചുറി എന്നത് ഇന്ത്യക്കൊന്നും ഓഫറാം. പന്തിന് നേരെ സ്ട്രോങ് ആയി വീശ സിക്സർ തന്നെ. അമ്പയർ പോലും കണ്ണുകൾ തള്ളി നോക്കിയിടും. ഇടത്തെ കയ്യൻ മക്രത്തിന്റെ ചക്രം മൂരും വീരനിവൻ, വലത്തെ കയ്യൻ മുത്തയ്യക്കും ചത്താമതി എന്നായിടും. ഷോൺ പൊള്ളോക്കിൻ പള്ളക്കും ഗൺബം കത്തിൻ തെർമത്തും എന്നും സച്ചിൻ കൊട്ടുകൊടുക്കും. കിട്ടണ സാൻസ് നിറപ്പാക്കും. മുട്ടിയിരുണ്ടാലും അത് ഫോറായി മാറിയിടും. മോൻ സമാധാനമായി. മിമിക, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചാന്തുപട്ട് ഇറങ്ങിയ സമയത്ത് അതില് ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്നുള്ള പാട്ടിനൊരു പാരഡി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു മിമിക? ചാണ്ടി തൊടിച്ചത് ഭാര്യയുടെ മുതുകത്ത്, പട്ടയടിച്ച് കിറങ്ങിയ നേരത്ത്, ചട്ടിയെടുത്ത് എറിഞ്ഞത് മുറ്റത്ത്, ആ ചട്ടി പതിച്ചൊരു പട്ടിയുടെ മയ്യത്ത്. 400 കാസറ്റുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വലിയ കലാകാരനാണ് മിമിക ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. താങ്ക് യു മിമിക.